ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നതാകട്ടെ. അതുകൊണ്ട് വലിയവർക്ക് ഇഷ്ടാവില്ല എന്നല്ല, പക്ഷെ കുട്ടീസ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് റെഡിയാക്കാൻ പോണത്. 1/4 കപ്പ് പാലൊഴിക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസിന് പകരം ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് തിക്കാക്കി എടുക്കണം. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. ബാറ്റർ തിക്കായിട്ടാ, ഒരുപാട് തിക്കായിട്ടല്ല, ഈ പാകത്തിനാണ് എടുത്തേക്കണേ. ഇത് ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കായിക്കോളൂ. ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനത്തെ ഷേപ്പാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല, റൗണ്ടാക്കി നമുക്ക് മുറിക്കാം. ഇതുപോലെയാണ് എല്ലാ ബ്രെഡും ഷേപ്പാക്കി എടുക്കുന്നത്. എല്ലാം ഷേപ്പാക്കി എടുത്തു. ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുത്തോളൂ. അതുപോലെ ഞാൻ വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്തേക്കണേ. ഏത് ബ്രെഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ പാല്. നല്ലോണം ബീറ്റ് ചെയ്ത് പഞ്ചസാര മുട്ടയിൽ അലിയിപ്പിച്ച് എടുക്കണം. മുട്ട ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. സേമിയ എടുത്തിട്ടുണ്ട്, ഇതൊന്ന് പൊടിച്ചെടുക്കാം. സേമിയയ്ക്ക് പകരം ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാട്ടോ. നല്ലോണം പൊടിച്ചെടുത്തു. ഇനി ഇതും മാറ്റി വയ്ക്കാം. നമ്മൾ ഷേപ്പാക്കി വെച്ചേക്കണ ഓരോ പീസ് ബ്രെഡിൽ കോൺഫ്ലോറിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. എല്ലാറ്റിലും വെച്ച് കൊടുക്കണേ. റെഡിയാക്കുമ്പോൾ ആ പാകത്തിന് എടുത്താൽ മാത്രമേ ഇത്ര തിക്കായി കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് തിക്കായി പോകും. അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കഴിക്കുമ്പോൾ. നമുക്ക് ഒരെണ്ണം എടുത്ത് ഒന്നിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. മിക്സൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അത്ര വെക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. സൈഡിൽ മിക്സ് എക്സ്ട്രാ വരുന്നില്ലേ, അതൊന്ന് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. എല്ലാറ്റിലും വരും. നമ്മൾ ബ്രെഡ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. എല്ലാം റെഡിയാക്കി എടുത്തു. മുട്ടയുടെ മിക്സിൽ ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലായിടത്തും മുട്ടയാക്കി കൊടുക്കുക. എടുത്ത് വെച്ചേക്കണ സേമിയയിൽ ഡിപ്പ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ബാക്കി 2 എണ്ണം റെഡിയാക്കി എടുക്കാം. 3 എണ്ണം റെഡിയാക്കി എടുത്തു. ഇനി നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. റെഡിയാക്കി വെച്ചേക്കണ ഓരോ ബ്രെഡിൻ്റെ പീസും വെച്ച് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാത്ത. ഫ്ലെയിം അതുപോലെ സിമ്മിൽ വെച്ചിട്ടുണ്ടാവണം. മീഡിയത്തിലൊക്കെ ആണെങ്കിൽ സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഭാഗം ആകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിടണം. അതുപോലെ ഈ സൈഡും എല്ലാം നമുക്ക് ബ്രൗൺ കളർ ആക്കി എടുക്കണം. ഒരു ഭാഗം ആയിട്ട് നമുക്ക് തിരിച്ചിടാം. 2 സ്പാച്ചില വെച്ചോളൂ കേട്ടോ തിരിക്കുമ്പോൾ. 2 ഭാഗം ആകുമ്പോൾ നമുക്ക് ഈ സൈഡ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. റെഡി ആയിട്ട് നമുക്ക് ഓരോന്ന് പാനിൽ നിന്ന് മാറ്റാം. ഒരെണ്ണം ഞാൻ ബ്രെഡ് ക്രംസിൽ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതും അതേപോലെ തന്നെ സേമിയയിൽ മുക്കിയതിന് പകരം ബ്രെഡ് ക്രംസിലാണ് മുക്കിയേക്കണേ. ബ്രെഡ് ക്രംസിൽ മുക്കിയത് സെറ്റായിട്ടാ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റണ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഇത് സേമിയൊക്കെ ആയ കാരണം കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമാവും ചെയ്യും കേട്ടോ. നല്ല മധുരമുള്ള ഒരു സ്നാക്കും കൂടിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. See you. Bye.